ചോദ്യം: നമ്മുടെ നാടുകളിൽ അപൂർവമാണെങ്കിലും ചില പള്ളികളിൽ റമദാനിൽ തറാവീഹിനും വിത്റിനും ശേഷം ഖിയാമുൽ ലൈൽ എന്ന പേരിൽ ഒരു നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നു. 11 റക്അത്താണത്രേ നിസ്കരിക്കുന്നത്. ഇങ്ങനെയൊരു നിസ്കാരം മക്കയിലുണ്ടെന്നാണവർ ന്യായം പറയുന്നത്. തറാവീഹിനും വിത്റിനും ശേഷം ഖിയാമുൽ ലൈൽ എന്ന പേരിൽ 11 റക്അത്ത് നിസ്കാരമുണ്ടോ? ഉത്തരം: ഇല്ല. നമ്മുടെ മദ്ഹബിൽ തറാവീഹും വിത്റുമല്ലാതെ റമദാനിൻ്റെ രാത്രികളിൽ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരവും ഇല്ല. ഖിയാമുൽ ലൈൽ എന്ന പേരിലും മറ്റു പേരുകളിലും ഇല്ല. മക്കയിൽ ഇന്ന് നടക്കുന്ന രേഖയാക്കുന്നവർ മതത്തിൻ്റെ പ്രമാണം പഠിക്കാത്തവരാവാനേ തരമുള്ളൂ. മക്കയിലും മദീനയിലും തറാവീഹിന് ശേഷം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന ഖിയാമുൽ ലൈൽ ഏതെങ്കിലും മദ്ഹബിൻ്റെ വീക്ഷണത്തിലാണോ അല്ലയോ എന്നവർ വ്യക്തമാക്കേണ്ടതാണ്. അവരുടെ പ്രവർത്തനം നമുക്ക് രേഖയല്ല. മക്കയിലും മദീനയുമുള്ള ഖിയാമുൽ ലൈൽ മാലിക്കി മദ്ഹബിൻ്റെ വീക്ഷണപ്രകാരമായേക്കാം. മാലിക്കി മദ്ഹബിൽ തഹജ്ജുദ് എന്നാൽ രാത്രിയിലെ സുന്നത്ത് നിസ്കാരമെന്നേ അർത്ഥമുള്ളൂ. ഉറക്കവും ഉറക്കമില്ലായ്മയും വ്യത്യാസമില്ല. ഒറ്റ റക്അത്തായി നിസ്കരിക്കുന്ന വിത്റിനും അതിന് മുന്നോടിയായുള്ള 2 റക്അത്തിനും പുറമെ 10 റക്അത്താണ് ഈ തഹജ്ജുദിൽ ഏറ്റവും പുണ്യമുള്ളത്. അതായത് മൊത്തം 13 റക്അത്ത്. ഷാഫിഈ മദ്ഹബിൻ്റെ വീക്ഷണത്തിൽ ചോദ്യത്തിൽ പരാമർശിച്ച രീതിയിൽ ഒരു നിസ്കാരമില്ല. ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ചില പള്ളി ഇമാമുകൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ പലതുമുണ്ടല്ലോ. അതിൽപ്പെട്ടതാണ് ഈ ഖിയാമുൽ ലൈൽ. ചോദ്യം: ഒരു അമുസ്ലിം അവൻ്റെ ഒരു സ്ഥലം പള്ളിയായി വഖഫ് ചെയ്താൽ അത് സാധുവാണോ? അതിൽ നമുക്ക് നിസ്കരിക്കാനും മറ്റും പറ്റുമോ? ഉത്തരം: പറ്റും. അമുസ്ലിങ്ങൾ വഖഫ് ചെയ്താലും വഖഫ് സാധുവാകും. പള്ളിയും അവർക്ക് വഖഫ് ചെയ്യാവുന്നതാണ്. അതൊരു പുണ്യകർമ്മമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ പോലും വഖഫ് സാധുവാണ്. അത് പള്ളിയുമാകും. അതിൽ നിസ്കാരം, ഇഅ്തികാഫ് പോലുള്ള പുണ്യകർമ്മങ്ങളും ചെയ്യാൻ പറ്റും. ചോദ്യം: റമദാനിലെ അവസാന വെള്ളിയാഴ്ച 5 വക്ത് ഫർള് നിസ്കാരം ഖളാ വീട്ടിയാൽ 70 കൊല്ലം അവന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വസ്വാസ്, അശുദ്ധി മുതലായതുകൊണ്ട് ഭംഗം സംഭവിക്കുകയോ ചെയ്തിട്ടുള്ള സകല നിസ്കാരങ്ങളും പരിഹൃതമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ശരിയാണോ? ഉത്തരം: അത് ശരിയല്ല. ആ ഹദീസിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ചെയ്യുന്നവനെ തടയൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾക്ക് നിർബന്ധമാണ്. ചോദ്യം: തസ്ബീഹ് നിസ്കാരത്തിലെ ഒന്നാം നൃത്തത്തിലെ തസ്ബീഹ് മറന്നാൽ? ഉത്തരം: റുകൂഇലോ സുജൂദിലോ കൊണ്ടുവരാം. ഇഅ്തിദാലിൽ ഹ്രസ്വമായ ഫർളായതുകൊണ്ട് അതിൽ കൊണ്ടുവരാൻ പറ്റില്ല. തസ്ബീഹ് നിസ്കാരത്തിൽ റുകൂഇൽ ചെല്ലേണ്ട തസ്ബീഹ് മറന്നാൽ റുകൂഇലേക്ക് മടങ്ങാൻ പാടില്ല. ഇഅ്തിദാലിൽ അവ കൊണ്ടുവരാനും പാടില്ല. ഇഅ്തിദാൽ ഹ്രസ്വമായ ഫർളാണ്. പ്രത്യുത അവ സുജൂദിൽ കൊണ്ടുവരണം. രണ്ടാം നൃത്തത്തിലോ ഇഅ്തിദാലിലോ സുജൂദിലോ സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിലോ ചെല്ലേണ്ട തസ്ബീഹുകൾ മറന്നാൽ ഇഅ്തിദാൽ, സുജൂദുകൾക്കിടയിലെ ഇരുത്തം എന്നിവയിൽ അവ ഹ്രസ്വമായ ഫർളായതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട തസ്ബീഹുകൾ കൊണ്ടുവരാവതല്ല. ദീർഘിച്ച ഏത് ഫർളിലും കൊണ്ടുവരാം. ചോദ്യം: തസ്ബീഹ് നിസ്കാരത്തിൽ ഇഅ്തിദാൽ, സുജൂദുകൾക്കിടയിലെ ഇരുത്തം എന്നിവ ഹ്രസ്വ ഫർളുകളായിരിക്കെ അവയിലെ പതിപ്പ് തസ്ബീഹുകൾക്ക് പുറമെ സാധാരണ ദിക്റുകൾ ചെല്ലാമോ? ഉത്തരം: മറ്റുള്ള ഫർളുകളിലെന്ന പോലെ ഇവിടെയും തസ്ബീഹിന് മുമ്പായി സാധാരണ ദിക്റുകൾ കൊണ്ടുവരണം.